വെൽക്കം ടു കന്യാകുമാരി. അതെ ഗൈസ്, ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു. കന്യാകുമാരിയിൽ വന്നിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് കാണാതെ പോകുന്നവർ കാണില്ല ഇപ്പോ. സോ ഞങ്ങളും ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടേക്കാമെന്ന് വെച്ച് അങ്ങോട്ട് പോയി. തിരക്കിന്റെ കേൾവി വെച്ച് നടന്നു. ഞങ്ങളുടെ പ്രതീക്ഷകൾ ഒട്ടും തെറ്റിയില്ല. ഒരു രക്ഷയുമില്ലാത്ത ക്യൂ. ഏകദേശം ഒരു 4 മണിക്ക് ക്യൂവിൽ ഞങ്ങൾ കയറിയതാണ്. ബോട്ടിൽ പോകാൻ ടിക്കറ്റ് കൗണ്ടറിൽ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ് അടുപ്പിച്ചെത്തി. ടിക്കറ്റ് ഒക്കെ എടുത്ത് 7 മണി അടുപ്പിച്ചപ്പോ ബോട്ടിൽ കയറി. ദേ പോകുന്നു. വിവേകാനന്ദ പാറയും തിരുവള്ളൂർ സ്റ്റാച്ചുവും ഒക്കെ ദേ ഇങ്ങനെ ദൂരെ നിന്ന് കാണാൻ ഒരു ഭംഗി തന്നെയാണ്. നൈറ്റ് ആയപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ലൈറ്റ്സിന്റെ ഒക്കെ ഒരു ഭംഗി അതൊക്കെ കണ്ട് വിവേകാനന്ദ പാറയിലെത്തി. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനുള്ള ഒരു ആവേശമായിരുന്നു കുട്ടീസ്. കന്യാകുമാരി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ സ്മാരകമാണ് ഈ വിവേകാനന്ദ പാറ. 1892 സ്വാമി വിവേകാനന്ദൻ രാജ്യസഞ്ചാരത്തിൽ കന്യാകുമാരിയിലെത്തി. അവിടത്തെ ഒരു പാറക്കല്ലിൽ 3 ദിവസം സ്വാമി വിവേകാനന്ദൻ ധ്യാനിച്ചു. 1970 സ്മാരകം ഔപചാരികമായി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. 12 അടി ഉയരമുള്ള വിവേകാനന്ദ ശില്പം ഈ സ്മാരകത്തിൽ സ്ഥിതി ചെയ്യുന്നു. ധ്യാന മന്ദിരം, തിരുവള്ളൂരിന്റെ പ്രതിമയും ഇതിന് സമീപം സ്ഥിതി ചെയ്യുന്നത്. ഇത് രണ്ടും കണക്ട് ചെയ്യുന്നത് കൊണ്ട് വന്ന ഗ്ലാസ് ബ്രിഡ്ജിൽ ഞങ്ങളും കുട്ടീസും കൂടി നടന്നു. കടലിന്റെ തിരമാലയുടെ മനോഹാരിതയൊക്കെ ഇതിലൂടെ കണ്ട് മുന്നോട്ട് നീങ്ങി. തിരുവള്ളൂർ പ്രതിമയുടെ അടുത്തും പോയി തിരിച്ചിറങ്ങി ബോട്ടിൽ കയറി തിരിച്ചെത്തി. രാത്രി ഏറെ വൈകിയെങ്കിലും കന്യാകുമാരി എന്ന വിനോദസഞ്ചാര കേന്ദ്രം ഒന്നുകൂടി നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം കൊണ്ടു എന്ന സന്തോഷത്തിൽ വീണ്ടും അടുത്ത വിശേഷങ്ങളുമായി കാണാം ഗൈസ്. ബൈ.